പ്രിയപ്പെട്ടവരെ, നമ്മൾ ജൈവികമായ ഒരു അനിവാര്യതയാണ് മരണം. പക്ഷേ അനുസ്മരണം എന്ന് പറയുന്നത് ആ മനുഷ്യനെ ആഘോഷിക്കലാണ് എന്നാണ് മാധവക്കുട്ടിയെ ഓർമ്മിച്ചുകൊണ്ട് ഇ.കെ.എൻ. ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അത്തരം അനുസ്മരിക്കപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഒത്തിരി നമ്മൾ ദൈനംദിനം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കേണ്ട വ്യക്തിത്വങ്ങളാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിയുന്ന അനേകം ആളുകൾ നമുക്കിടയിലുണ്ട്. ആ മാധവിക്കുട്ടിയെ അനുസ്മരിക്കുമ്പോൾ ശരിക്കും ഒരു കഥാകാരിയെ അനുസ്മരിക്കുന്നത് പോലെ വളരെ ലളിതമായി അനുസ്മരിക്കാൻ സാധ്യമല്ല. അത് ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കലാണ്. ആ കാലഘട്ടത്തെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ ആ കാലഘട്ടവും അതിലെ സമൂഹവും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്ത്രീയുടെ അവസ്ഥകളെയും കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യലാണ്. അതിൽ എന്താ പറയണ്ടേ, എപ്പോഴും പറയുന്ന സ്നേഹത്തെക്കുറിച്ച്, നമ്മൾ ഈ വളരെ മൃദുലമായ വികാരങ്ങളെക്കുറിച്ചാണല്ലോ എപ്പോഴും സ്ത്രീയുമായി കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്. വളരെ മൃദുലമായ സ്നേഹം, പ്രണയം, ആർദ്രത എന്നൊക്കെ പറയുമ്പോഴും അതിനൊക്കെ അതേപോലെ തന്നെ വളരെ ആർദ്രമായ അത്തരം വളരെ മൃദുല വികാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും വളരെ വലിയ രീതിയിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സമൂഹത്തെ ചിലതൊക്കെ ചിലത് വളരെ ധീരമായി ചോദിച്ച ഒരു എഴുത്തുകാരി കൂടിയാണ് നമ്മുടെ മാധവിക്കുട്ടി. മാധവിക്കുട്ടിയെ പറയുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഏത് പേരിട്ട് വിളിക്കണം എന്നാണ്. നമ്മൾ ബാല്യകാല അവരുടെ ഓർമ്മക്കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് അവരെ ആമിയാണ് അല്ലേ? കുറച്ച് കഴിയുമ്പോൾ പിന്നെ കമലയാണ്, പിന്നെ അത് കഴിയുമ്പോൾ മാധവിക്കുട്ടിയാണ്, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കമലാദാസാണ്, പിന്നെ എന്താ പറയണ്ടേ, പിന്നെ നമുക്ക് കമല സുരയ്യയാണ്. ഇങ്ങനെ എത്ര ജീവിതങ്ങൾ, എത്ര പേരുകളിൽ എത്ര ജീവിതങ്ങളാണ് മാധവിക്കുട്ടി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. നമ്മൾ എങ്ങനെ അവരോട് പ്രതികരിച്ചു എന്നുകൂടി അനുസ്മരിക്കാനുള്ള ഒരു സമയം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെങ്ങനെയാണ് എല്ലാ ജീവിതത്തിലും ആമി മുതൽ നമ്മളീ പറയുന്ന കമല സുരയ്യ വരെയുള്ള കാലഘട്ടത്തിൽ അവരൊരു മന്ത്രം മാത്രമാണ് അനുവർത്തിച്ചത്. അത് എന്ന് പറയുന്നത് സത്യസന്ധമാവുക എന്നുള്ളതാണ്. സത്യസന്ധമായി പ്രവർത്തിക്കുക, സത്യസന്ധമായി സംസാരിക്കുക, സത്യസന്ധമായി എഴുതുക എന്ന് പറയുന്നത്. ആ സത്യസന്ധതയെക്കുറിച്ച് വലിയ രീതിയിൽ ലേഖനങ്ങൾ എഴുതുകയും വലിയ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഈ വലിയ സമൂഹം സത്യസന്ധതയുടെ പേരിൽ മാത്രം ഒരു സ്ത്രീയെ എന്ത് ചെയ്തു, ഇങ്ങനെ എന്താണ്, നിങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എത്രമാത്രം വലിയതാണ് എന്ന് വെച്ചാൽ മൾട്ടി ഡൈമെൻഷണൽ ആണ് എന്ന് തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും സ്ത്രീയെ കാണുന്നത് അമ്മ എന്ന അർത്ഥത്തിലാണ്. നമുക്കെപ്പോഴും അമ്മയാണ്. ടീച്ചർ എന്നായാൽ പിന്നെ ടീച്ചറും പിന്നെ ടീച്ചർ അമ്മയും കൂടിയാവും, അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്താണ്, അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള വികാരങ്ങളുമുള്ള പച്ച മനുഷ്യനായ സ്ത്രീയായി തുടക്കം മുതൽ അവസാനം വരെ ജീവിക്കുകയും നമ്മൾ അവരെ പലപ്പോഴും എന്ത് ചെയ്തു, പല പേരുകളിട്ട് വിളിച്ചു. പല പേരുകൾ എന്ന് പറയുന്ന അവരെ കുത്തി നോവിച്ചോടെ, നിങ്ങൾ പറയുന്ന ഇങ്ങനെ പറയാൻ പാടില്ല, ഞങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ആളുകളെ അല്ല വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരതിന് ധീരമായി ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് നിലപാടെടുത്തുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ അങ്ങനെ മാധവിക്കുട്ടിക്ക് സാധിച്ചത് അവരെവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കും. നാലപ്പാട്ട് എന്താ വലിയ തറവാട്ടിൽ എന്താ പറയണ്ടേ, അക്ഷരങ്ങളുടെ കൂട്ടുള്ള അമ്മാവൻ്റെയും അമ്മയുടെയും ഒക്കെ എന്താ പറയണ്ടേ, എല്ലാ സാമീപ്യത്തിലും എല്ലാ തരത്തിലുമുള്ള പ്രിവിലേജുകളും ഉള്ള ഒരു സ്ഥലത്ത് ജീവിച്ച് ആ ജീവിതത്തിൽ നിന്ന് ഉണ്ടായി വന്ന അനുഭവങ്ങളിലൂടെ അവരുടെ എഴുത്ത് ജീവിതം ആരംഭിക്കുകയാണ്. നമ്മൾ ബാല്യകാല സ്മരണകൾ എടുത്തു നോക്കിയാൽ, ഞാൻ അതിനകത്തെ വരികളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മാധവിക്കുട്ടിയെ വായിക്കാത്ത ആരും ഇവിടെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. വല്ലാതെ പ്രണയം തോന്നിപ്പോവില്ലേ നമുക്ക് മാധവിക്കുട്ടിയെ വായിക്കുമ്പോൾ?
അതിൽ ഓരോന്നും അവരുടെ ഓരോ കഥയും വളരെ ചെറിയ, വളരെ സട്ടിലായിട്ടാണ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത്. ഒരു രീതിയിലും വലിയ 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 കടുത്ത കടുത്ത വാക്കുകൾ ഉപയോഗിക്കാത്ത. ഒരിക്കൽ സുകുമാർ അഴീക്കോട് പറഞ്ഞത് 600 വാക്കിൽ താഴെ മലയാളം മാത്രമേ ആർക്കറിയൂ, കമലാസുരയ്ക്ക് അറിയൂ എന്നാണ്. വെറും 600 വാക്കിൽ താഴെ. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് 100 വാക്കുണ്ടെങ്കിൽ മനോഹരമായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് പറയും. അപ്പോൾ വെറും 600 വാക്ക് മാത്രമേ അറിയണുണ്ടാവുള്ളൂ എന്ന ഗസ് നടത്തിയ ഒരു ഒരു സ്ത്രീ എത്ര മനോഹരമായിട്ടാണ് നമ്മളിലേക്ക് പല കഥകളും പറഞ്ഞു വെച്ചത്. ആ കഥകളൊക്കെയും വളരെ ലളിതമായ ഭാഷയിൽ, വലിയ എന്താ പറയുക, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ ഇൻട്രൊഡക്ഷൻസ് ഒന്നുമില്ലാതെ, വലിയ ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ കഥയിലേക്ക്. എനിക്ക് തോന്നുന്നു കമലാസുരയുടെ മിക്ക കഥയിലും അവസാനത്തെ നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ എല്ലാം ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് ആ കഥ എന്ത് ചെയ്യുന്നത്, പുരോഗമിക്കുന്നത്. അത്തരം ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ കമലാസുരയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പിന്നീട് ഒരു വൈരുദ്ധ്യം കൂടിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞാൽ ബാലാമണിയമ്മ എന്ന് ഓർക്കുമ്പോൾ അതൊരമ്മ തന്നെയാണ് എന്ന് നമ്മൾ പറയും. അമ്മത്വത്തിൻ്റെ കവിതകൾ എഴുതുന്ന, ഭക്തിയെക്കുറിച്ച് നമ്മളോട് പറയുന്ന, അങ്ങനെയുള്ള ഒരു അമ്മയിൽ നിന്ന് ജനിച്ച മകൾ എത്രമാത്രം വളരെ തീവ്രമായാണ് ജീവിതത്തെ സമീപിക്കുന്നത് എന്നുള്ളതിനകത്ത് അതിനകത്തൊരു വലിയ പോരുള്ള തൻ്റെ ഇടമുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത്. കാരണം ഇവരുടെ ജീവിതത്തിലെ ഈ കഥകളൊക്കെ തന്നെയും അവർക്ക് സമ്മാനിച്ചത് അവരുടെ ജീവിതമാണ്. അത് വെറും കേരളത്തിലെ മാത്രമല്ലല്ലോ, മറ്റൊരു നഗരത്തിലും കൂടെയുണ്ട്. കൽക്കട്ടയിലും കേരളത്തിലും ഒക്കെ കൂടി നിന്നുകൊണ്ട് ജീവിച്ച ആ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ആദ്യമായി കഥ എഴുതുന്നത്. 10 വയസ്സിലാണെങ്കിൽ ആ 10 വയസ്സിൽ മാതൃഭൂമിയിലാണ് അടിച്ചു വന്നത്. അതിനൊക്കെ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. ആ 10 വയസ്സിൽ അടിച്ചു വന്ന കഥ കഴിഞ്ഞ് 15 വയസ്സിൽ വിവാഹിതയാവുകയും ചെയ്യുകയാണ്. ആ വിവാഹിതയായി പോകുന്നത് നല്ല പ്രായമുള്ള, അതേസമയം അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം ജീവിക്കാൻ തയ്യാറെടുത്ത് ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒന്നും അറിയാതെ 15 വയസ്സുകാരി, നമ്മുടെയൊക്കെ വീടുകളിൽ 15 വയസ്സുകാരുണ്ടാവും. ഇപ്പോൾ എന്തറിയാമായിരിക്കും എന്നാലോചിച്ചൂടെ? ഇത്രയും കാലം ഇങ്ങോട്ട് മുന്നോട്ട് പോയാലും എന്താണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന ഒരു ജീവിതത്തിലേക്ക് നടന്ന് നീങ്ങുകയും അതിനകത്തും അതിൻ്റെ എല്ലാ തരത്തിലുള്ള കുട്ടിത്തത്തെയും എല്ലാ തരത്തിലുള്ള കോംപ്ലക്സ് ആയ കാര്യങ്ങളെയും ഒരേപോലെ സ്വീകരിച്ചുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ടാണ് കമലാസുരയ്യ നമുക്ക് കഥകൾ എഴുതി വെച്ചത്. ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ കഥകളിലൂടെ അവരുടെ എഴുത്തിലൂടെ പറയുമ്പോൾ ബാക്കിയായത് എന്ത് എന്നുള്ളത് നമ്മൾ ചോദിക്കുമല്ലേ, എന്താണ് ഇതിൽ ബാക്കിയായത് എന്ന് പറയുന്നത് സ്ത്രീ എന്ന മനുഷ്യനെ കുറിച്ചുള്ള അറിവാണ് എന്നാണ് എനിക്ക് തോന്നുക. സ്ത്രീ എന്ന മനുഷ്യനെ കുറെ കൂടി സത്യസന്ധമായി അവതരിപ്പിക്കുകയും ആ അവതരണം എന്ന് പറയുന്നത് എത്രമാത്രം ഓരോ മനുഷ്യനിലും, നമ്മളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരിലുള്ള വളരെ സത്യസന്ധമായ കാര്യങ്ങളെ തുറന്നു പറയാൻ കാണിച്ച ആർജവമാണ് ബാക്കിയായത്. അതുതന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ സമൂഹത്തിന് അത് ഏറ്റെടുക്കുന്നതിലും വലുതായിരുന്നു. കാരണം അത് ഏറ്റെടുക്കാൻ കഴിയാത്തത്ര ഭീമമായിരുന്നു ആ സ്ത്രീയെക്കുറിച്ചുള്ള അറിവ് എന്നാണ് എനിക്ക് പലപ്പോഴും, അത് എഴുത്തിലാണെങ്കിൽ എഴുത്ത്, അല്ലെങ്കിൽ അവരുടെ തുറന്നു പറച്ചിലുകളിലാണെങ്കിൽ അങ്ങനെ, അപ്പോഴും വളരെ ബോൾഡായി ജീവിതത്തെ സമീപിച്ച ഒരാളാണ്. കമലാസുരയ്ക്ക് 3 ഭാഷ അറിയാമായിരുന്നു. ഒരു കവിതയിൽ തന്നെ അവരത് പറയുന്നുണ്ട്. 3 ഭാഷ അറിയാം, അതിൽ 2 ഭാഷയിൽ ഞാൻ എഴുതും, 1 ഭാഷയിൽ സ്വപ്നം കാണും എന്നാണ്. ആ ഒരു ഭാഷ ഇംഗ്ലീഷാണ് എന്നാണ്. അവരുടെ ഇൻ്റർവ്യൂസ് ഒന്നെടുത്ത് നോക്കിയാൽ അറിയാം. സംസാരിക്കുമ്പോൾ പലപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്തുകൊണ്ടാണ്. അങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്തുകൊണ്ട് എഴുതുന്ന ഒരു മനുഷ്യനാണ് അത്തരം പദങ്ങളൊന്നും വരാതെ വളരെ പച്ച മലയാളത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് കഥകൾ എഴുതി തന്നത്. പല രീതിയിൽ നമുക്ക് ഇവരുടെ കഥകളെ, മാധവിക്കുട്ടിയുടെ കഥകളെ സമീപിക്കാം. ഒന്ന് മനഃശാസ്ത്രപരമായി സമീപിക്കാം. മനഃശാസ്ത്രപരമായി സമീപിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും
ആഴത്തിൽ ഉണ്ടായിരിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നതാണ്. സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ അന്വേഷണമാണ് ഓരോ എന്താ പറയേണ്ടത്, ഓരോ കഥയിലും സ്നേഹത്തിൻ്റെ അന്വേഷണമാണ്. ചോദ്യം ചെയ്യലുകളാണ്. അനവസരത്തിലുള്ള ചില ഒരൊറ്റ ചോദ്യം കൊണ്ട് ചിലപ്പോൾ മാധവിക്കുട്ടി ആ കഥയുടെ തന്നെ രീതി തന്നെ മാറ്റി മറിക്കുന്നുണ്ട്. പിന്നൊന്ന്, ഭാര്യ എന്ന അർത്ഥത്തിൽ എത്രമാത്രം അത് ഒരു മനുഷ്യനെന്ന നിലയിൽ കൂടെ, ഭാര്യയാകുമ്പോൾ അപ്പോഴും മനുഷ്യനാണെന്നും ഏതു ഭാര്യയും ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ എന്താ പറയുക, വളരെ പ്യുവറായിട്ടുള്ള, ജെനുവിനായിട്ടുള്ള, സത്യസന്ധമായ ഒരു അന്വേഷണമാണ്. പക്ഷെ അത് പലപ്പോഴും ജീവിതത്തിൽ ലഭിക്കാതെ പോയ ഒരാൾ കൂടിയാണ് മാധവിക്കുട്ടി എന്ന് അവർ തന്നെയാണ് പറയുന്നത്. അവർ തന്നെ തുറന്നു പറയാറുണ്ട്. അവരുടെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ തന്നെ വളരെ വിശദമായി പറയുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചത്ര, ഞാൻ ആഗ്രഹിച്ചത്ര സ്നേഹം എനിക്ക് ചിലപ്പോൾ, സ്നേഹം എന്നല്ല, പ്രണയം എന്നാണ്. ലവ് എന്ന് വാക്ക് എന്ന് പറയുന്നത്, ലവ് വെറും സ്നേഹത്തെക്കുറിച്ചല്ല, പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയോട്, വിവാഹം എന്ന സ്ഥാപനത്തോട്, നമ്മൾ ഈ പറയുന്ന സ്ത്രീയുടെ മേൽ സമൂഹം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളോടൊക്കെ എത്ര കഥകളിലാണ് മാധവിക്കുട്ടി നമ്മളോട് സംസാരിച്ചത്. എൻ്റെ അകത്ത് ഒരു കഥ ഓർമ്മിക്കുന്ന, പച്ചപ്പട്ട് സാരി എന്ന് പറയുന്ന കഥയിലെ ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോൾ തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കുന്ന വളരെ സ്നേഹസമ്പന്നനായ ഭർത്താവിനോട്, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണം, അന്ന് മധുവിധു കാലത്ത് എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്ന പച്ച പട്ടുസാരി വാങ്ങിത്തരണം എന്ന് കമല ആ സ്ത്രീയുടെ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. ഒരു പച്ച പട്ടുസാരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പട്ടുസാരി ഉടുക്കാനുള്ള ഇഷ്ടത്തിനപ്പുറം അതൊരു വാഗ്ദാനം ആണ്. ആ സ്ത്രീയോട് നൽകിയ വാഗ്ദാനത്തിനും സ്നേഹത്തിനും പരിഗണനയും ഒക്കെ തന്നെ വാഗ്ദാനങ്ങളായി ഒരു ചെറിയ കാലത്ത് നിലനിൽക്കുകയും പിന്നീട് അത് മറന്നു പോവുകയും ചെയ്യുന്ന വളരെ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെയാണ് അതിനകത്ത് കാണിക്കുന്നത്. വലിയ യാതൊരു രീതിയിലും എന്താ പറയേണ്ടത്, കുട്ടികളെപ്പോലെ ചേർത്ത് പിടിക്കുകയും നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ഭർത്താവും കൂടിയാണ് ആ കഥയിൽ. ആ കഥയ്ക്കകത്ത് ഈ പച്ചപ്പട്ട് സാരി മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈ പിതൃസമൂഹത്തോടാണ്. ആ പിതൃസമൂഹത്തോട്, സ്ത്രീക്ക് നൽകുന്ന വാക്കുകൾ, സ്ത്രീക്ക് നൽകുന്ന ചില വാക്കുകൾ, ചില ഉദ്ദേശങ്ങൾ, ചില കാര്യങ്ങൾ, അവയൊക്കെ തന്നെ പാലിക്കപ്പെടേണ്ടതാണ് എന്നും അത് ഒരല്പസമയം കഴിയുമ്പോൾ എൻ്റേതായി കഴിയുമ്പോൾ, പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ, എൻ്റേതായി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ ജീവിതത്തിൽ എപ്പോഴും അത് ഒരു പതിവാണ്. എൻ്റേതാകുന്നതിന് മുന്നേ എത്ര വാഗ്ദാനങ്ങളാണ് എല്ലാ സ്ത്രീയും താൻ പ്രണയിക്കുന്ന പുരുഷനിൽ നിന്ന് കേട്ടിട്ടുണ്ടാവുക. നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ, കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരല്പം കഴിയുമ്പോഴേക്ക് ഇതൊക്കെ മറന്ന് വെറും ഒരു എഞ്ചിനെ പോലെ, ഒരു എന്താണ് വീടയന്ത്രം പോലെ ആകുന്ന ഒരു സ്ത്രീയെ നമുക്ക് ഒരുപാട് കഥകളിൽ നമുക്ക് കാണാൻ പറ്റും. നെയ്പായസത്തിൽ തന്നെ അവസാനം അമ്മയുണ്ടാക്കിയ നെയ്പായസം കുടിക്കുന്ന അവസരത്തിലാണ് ഒരു പക്ഷെ ആ അച്ഛൻ ഓർമ്മിച്ചിട്ടുണ്ടാവുക, എത്രമാത്രം ഞാൻ ആ സ്ത്രീയെ കരുതിയിട്ടുണ്ടാവും എന്ന്. നിവർത്തികേട് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ സാമ്പത്തിക ഇല്ലായ്മ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോകുന്ന മനുഷ്യരുടെ ഇടയിൽ പോലും ചില ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട്, അപ്പുറത്ത് നിൽക്കുന്നതും മനുഷ്യനായിരുന്നില്ലേ, അവർക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയാൻ കഴിഞ്ഞിരുന്നോ എന്ന് പറയുന്ന ചോദ്യം കൂടെയാണ് നെയ്പായസം. നമ്മൾക്ക്, എനിക്ക് തോന്നുന്നു, അമ്മയായ മനുഷ്യരൊന്നും ചിലപ്പോൾ കരയാതെ വായിക്കാൻ പറ്റാത്ത ഒരു കഥയാണ് നെയ്പായസം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ ഒട്ടനവധി ഒരുപാട് കഥകളുണ്ട്. ഇനി ഭാഷാശൈലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യസന്ധമായ എഴുത്താണ്. അതിനകത്ത് ഈ സത്യസന്ധത എന്ന് പറയുമ്പോഴും ഒരു എഴുത്തുകാരിയുടെ കൗശലം കൂടിയുണ്ട്. പിന്നീട് മാധവിക്കുട്ടിക്ക് ഇടയ്ക്ക് കുറച്ച് സ്വപ്നം എന്ത് ചെയ്യും, കുറച്ച് യാഥാർത്ഥ്യമല്ലാത്തത്, കുറച്ച് നമ്മുടെ ലോജിക്കിന് ചേരാത്ത ചിലതും കൂടി അതിനകത്ത് അങ്ങോട്ട് ചേർക്കും. അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണ്
എന്താണ് കഥ പുരോഗമിക്കുന്നത്. ആ കഥയ്ക്കകത്ത് യാഥാർത്ഥ്യവുമുണ്ട്, അതേസമയം എന്താ പറയണ്ടേ, നമ്മൾ ഈ റൊമാൻറ്റിസൈസ് ചെയ്ത ചില ഒരു യഥാർത്ഥമല്ലാത്ത ചിലത് കൂടി ഇട്ടുകൊണ്ടാണ്. അതിന് വലിയ മിടുക്കുണ്ട്, കഥാകാരിക്ക് വളരെ വലിയ മിടുക്കുണ്ട് എല്ലാ കാര്യത്തിലും. അത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഓർമ്മക്കുറിപ്പുകൾ എഴുതുമ്പോൾ പോലുമുണ്ട്. പിന്നീട് അവർ അങ്ങനെ പലതും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും അങ്ങനെയാണല്ലോ. ശരിയാണ്, എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ എഴുതാൻ തോന്നും എന്ന് പറയുന്നതും ഒരു സ്ത്രീയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലല്ലോ. നമ്മൾ പറയുന്നത് നമുക്ക് രണ്ട് ബിംബങ്ങളേ ഉള്ളൂ, ശരി തെറ്റ്. അതിനിടയ്ക്കുള്ള മനുഷ്യരാണ് നമ്മൾ. ആ ശരിയും തെറ്റിലും ഒക്കെ തന്നെ ഓവർലാപ്പ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ അത് ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതിരിക്കും. പക്ഷെ അതേസമയം മാധവിക്കുട്ടി പറയുന്നത് ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള മനുഷ്യനാണ്. ഞാൻ ഇടയ്ക്കൊക്കെ സത്യം പറയും, ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യും, സ്വപ്നം കാണുന്നത് ഞാൻ നിങ്ങളോട് പറയും. അത് ചിലപ്പോൾ ഞാൻ എഴുതും. എന്താ കുഴപ്പം, എന്നെ എന്താ പിടിച്ച് അകത്ത് കൊണ്ടുപോകും എന്ന് ചോദിക്കുന്ന, നിങ്ങളെന്നാൽ പിന്നെ എന്നെ ഒന്ന് ജയിലിലാക്കുക എന്ന് പറയുന്ന എത്ര ധൈര്യത്തോടെയാണ് അവർ പലതിനെയും നേരിടുക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, എന്താ പറയുക, ഈ അവരുടെ ഒരു കവിതയുണ്ട്, ദി ഓൾഡ് പ്ലേ ഹൗസ് എന്ന് പറഞ്ഞ ഒരു കവിതയിൽ, യു കോൾ മീ വൈഫ്, I was taught to break saccharine into your tea and to offer at the right moments the vitamins എന്ന് പറഞ്ഞൊരു കുറച്ച് വരികളുണ്ട് ഈ ഓൾഡ് പ്ലേ ഹൗസിൽ. അതായത് നിങ്ങൾ എന്നെ ഭാര്യ എന്ന് വിളിക്കുന്നു, ആ ഭാര്യ എന്ന് വിളിക്കുന്നതിലൂടെ ഞാൻ ചെയ്യേണ്ടി വരുന്നത് എത്രയാണ്, നിങ്ങൾക്ക് കൃത്യസമയത്ത് ചായക്കകത്ത് പഞ്ചസാര കട്ട ഇടേണ്ടതുണ്ട്, നിങ്ങൾക്ക് വിറ്റാമിൻ്റെ ഗുളിക കഴിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി ഗുളിക തരേണ്ടതുണ്ട്. ആ രണ്ട് ഉത്തരവാദിത്വങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ എന്താണ് യു കോൾ മീ വൈഫ് എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്താ പറയേണ്ടത്, ഇപ്പം ജീവിച്ചിരിക്കുന്ന നമ്മുടെ പിന്നെ കാലഘട്ടം ഈ ഭർത്താക്കന്മാരെ മാറ്റിയല്ലോ, ഇപ്പം നമുക്ക് പാർട്ട്നേഴ്സാണുള്ളത് എന്നാണ് സർക്കാർ പറയുന്നത്. കോൾ യുവർ ഹസ്ബൻഡ് പാർട്ട്ണർ എന്നാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എത്ര ഭർത്താക്കന്മാർ പാർട്ട്ണറായി മാറാനുള്ള യോഗ്യത ഉള്ളവരുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. നിങ്ങളൊരു പാർട്ട്ണറാണോ എന്ന് ചോദിക്കുന്നത്. പാർട്ട്ണർ എന്ന് പറയുന്നതും ഹസ്ബൻഡ് എന്ന് പറയുന്നതും രണ്ട് വാക്കാണ്. ആ രണ്ട് വാക്കിൽ പാർട്ട്ണർ അത്ര മനോഹരമായ വാക്കാണ്, വലിയ അർത്ഥത്തിലുള്ള വാക്കാണ്. ഞാനിപ്പോഴും പറയും, ഐ ഡോണ്ട് ഹാവ് എ പാർട്ട്ണർ, ഐ ഹാവ് എ ഹസ്ബൻഡ് എന്നാണ്. എനിക്ക് ഭർത്താവാണുള്ളത്, എന്തല്ല പാർട്ട്ണർ അല്ല ഉള്ളത് എന്നാണ്. പാർട്ട്ണർ ആവണമെങ്കിൽ അദ്ദേഹം കുറെ കൂടി വളരേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കും. ആ രീതിയിലേക്ക് പോകുമ്പോൾ ആണ് ഈ വൈഫ്, യു കോൾ മീ വൈഫ് എന്ന് പറയുന്നിടത്ത് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ ഭാര്യ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ്. ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. എത്ര കഥകൾ, എനിക്ക് തോന്നുന്നു 120-ലധികം കഥകളും നോവലുകളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ എഴുതിയ പിന്നെ മാധവിക്കുട്ടി എത്ര പറഞ്ഞാലും നമുക്കിപ്പോൾ എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് പലത് മാറ്റിവെക്കും. അതിനകത്ത് ഈ സത്യസന്ധമായി എഴുതുക എന്ന് പറയുന്നത് എനിക്ക് പെണ്ണെഴുത്ത് എന്ന് പറയാൻ ഇഷ്ടമില്ലാത്തതാണ്. കാരണം പെണ്ണെഴുതുന്നത് പെണ്ണിനെ കുറിച്ച് മാത്രമല്ലല്ലോ, അത് ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലുമുള്ള മറ്റുള്ളവരെ കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അത് പെണ്ണെഴുത്ത് പെണ്ണിൻ്റെ ആംഗിളിൽ നിന്ന് മാത്രമല്ല, മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ടാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്ന ആംഗിളിൽ നിന്നുകൊണ്ട് തുറന്നെഴുതുന്ന ധാരാളം പേർ ഈ കാലഘട്ടത്തിലുണ്ട്. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ പ്രതിമ ബേദിയുടെ ആത്മകഥയും വായിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ വലിയ രീതിയിൽ നമ്മളിങ്ങനെ അമ്പരപ്പെട്ടു പോകുന്ന പലതും അതിനകത്തുണ്ട്. ഒരേ സമയം ഭർത്താവിനോടും മറ്റ് പുരുഷന്മാരോടും ഒക്കെ സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്ന പ്രതിമ ബേദിയെ നമുക്ക് അതിനകത്ത് കാണാം. അതേപോലെ തന്നെ പിന്നെ മാധവിക്കുട്ടിയും വലിയ എന്താ പറയുക, കാണാൻ നല്ല ചന്തമുള്ള പുരുഷനെ കാണുമ്പോൾ എനിക്ക് നിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് തോന്നുകയും അത് അയാളോട് തന്നെ തുറന്നു ചെയ്യുന്ന സത്യസന്ധത ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിന്ന് പറയാൻ തയ്യാറാണോ? കാരണം നമ്മളിലൊക്കെ നമുക്ക് രണ്ട് ഭാവമേ ഉള്ളൂ, ഭാര്യയും അമ്മയും. പക്ഷേ അതിനകത്ത് എന്താണ് സ്ത്രീയുണ്ട്. സ്ത്രീ എപ്പോഴും പ്രണയിനിയാണ് എന്നാണ്. അത് എനിക്ക് തോന്നുന്നു ഇത്രയും വയസ്സായ കാലത്തും പ്രണയമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഒരു വ്യക്തി കൂടിയാണ് മാധവിക്കുട്ടി.
വയസ്സായാൽ നമ്മളിപ്പോൾ എന്താണ് പൊതുവിൽ വീടുകളിൽ കാണുന്നത് എന്താണ്, അച്ഛനെ അമ്മേനെ 2 റൂമിലാക്കുക, ഇല്ലെങ്കിൽ 2 കട്ടിലിലാക്കുക എന്നാണ്. കാരണം അവരിൽ എന്താണ്, അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മതി. അല്ലെങ്കിൽ ഒരമ്മേനെ എന്ത് ചെയ്യും, അമ്മയെ ഒരാൾ കൊണ്ടുപോകുന്നു, അച്ഛനെ വേറൊരാൾ കൊണ്ടുപോകുന്നു. പിന്നെ ഇവർക്ക് എന്തില്ല, ദാമ്പത്യമില്ല, ഇവർക്ക് പ്രണയമില്ല, സ്നേഹമില്ല, ഇവർക്ക് വേറെ എന്തൊക്കെയേ ഉള്ളൂ എന്ന് പറയുന്നിടത്തുനിന്ന് അതല്ല, എനിക്ക് അവസാന നിമിഷം വരെയും പ്രണയമുണ്ട്, എൻ്റെ ശരീരം പ്രണയത്തോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തന്നതാണ്. വായിക്കുമ്പോൾ ഒളിച്ചു വായിക്കാൻ എന്താ പറയുക, എന്തിനാണ് ഇതൊക്കെ വായിക്കുന്നത്, മോശമാണ് എന്ന് പറഞ്ഞിട്ട് അത് ഒളിച്ചു വായിച്ച ഒരുപാട് പേര് നമുക്കറിയാം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീ എങ്ങനെയാണെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പലപ്പോഴും സ്ത്രീയെക്കുറിച്ച് പറയുന്നത് എന്താണ്, സ്ത്രീ പുരുഷനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പുരുഷൻ്റെ സെക്സ് ഭയങ്കര വൈൽഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരടുത്ത് ഒരു കോപ്പുമല്ല. നിങ്ങൾ മാധവിക്കുട്ടിയെ ഒന്ന് വായിച്ചാൽ മതി, സ്ത്രീ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ധാരാളം കാര്യം. പക്ഷിയുടെ മണം എന്ന് പറഞ്ഞ ആ കഥയിൽ, ആ കഥ ഭയങ്കര കോംപ്ലക്സ് ആണ്. ആദ്യം മുതൽ അവസാനം വരെ നമുക്കിത് എന്താണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കുറച്ച് സംശയം തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത്രയും കോംപ്ലക്സ് ആയ മറ്റൊരു കഥയില്ലാന്ന് തോന്നുന്നു. അതേക്കൂട്ടി കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടാണ് മറ്റേ എഴുതിയിരുന്നത്. അതിനകത്തൊരു എന്താണ്, ഒരു സ്ത്രീക്ക് വളരെ പെട്ടെന്ന് അവരുടെ ശരീരത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ്. ഞാനൊരു സ്ത്രീയാണ്, അവരുടെ ജോലിക്ക് വേണ്ടി പുറപ്പെടുന്ന സ്ത്രീയെ അവരുടെ ശരീരം അറ്റാക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്താണ് അവൾക്ക് സംഭവിക്കുന്നത് എന്ന് വലിയ ഭ്രമം നമ്മളിൽ ജനിപ്പിക്കുന്ന ഒരു കഥയാണ് പക്ഷിയുടെ മരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി കഥകൾ. നമ്മൾ ചതിയെക്കുറിച്ച്, ചതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന സ്ത്രീകളെ കാണിക്കുന്നതാണെന്ന് തോന്നും. കാരണം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ അതുപോലെയുണ്ട്. എല്ലാ തരത്തിലും സ്വന്തം തൊട്ടടുത്ത് നിൽക്കുന്നയാൾ എന്നെ ചതിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോഴും ആ തിരിച്ചറിഞ്ഞ അടുത്ത് നിന്നും ഇല്ല, ഈ ചതിയൊക്കെ ആണെങ്കിലും എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ ചതി ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നു. എത്ര കോംപ്രമൈസുകളാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ നിവർന്നു നിൽക്കുന്നതിന്, ജീവിതം കഴിച്ചുകൂട്ടി കൊണ്ടുപോകുന്നതിന് ഒക്കെ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി. അതിനൊരു നല്ല ഉദാഹരണമാണ് ചതിയിലെ ഡോക്ടറുടെ ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഡോക്ടർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ പോലും ആലോചിക്കും. എന്താ സംഭവിച്ചത്, കോംപ്രമൈസ് ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുമോ, എന്താ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ചില കഥകളാണത്. ഇനി വേറൊരുപാട്, ഞാൻ ആ കഥകളെ കുറിച്ചൊന്നും പറയുന്നില്ല, എങ്കിലും ചിലത് മാധവിക്കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചിലതിനെ കുറിച്ച്. മാധവിക്കുട്ടി ഒരു ഘട്ടത്തിൽ തീരുമാനിക്കുകയാണ് എനിക്ക് മതം മാറണം എന്ന്. മതം മാറിയാൽ എന്താ സംഭവിക്കുക, ഒന്നും സംഭവിക്കാനില്ല എന്ന് ഇരിക്കെ പോലും എന്താണ്, ഒരു കൂട്ടത്തെ ചതിച്ചതാണ് എന്ന് എത്ര വാക്ക് നമ്മൾ കേട്ടു. നിങ്ങൾ ഞങ്ങളെ ചതിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടം, അതൊരു മതത്തിൻ്റെ കൂട്ടം, നിങ്ങളെ ചതിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നിടത്ത് എന്തു ചതിയാണ് ഒരു വ്യക്തി ചെയ്തത്? ആ വ്യക്തി സ്വന്തമായി തീരുമാനിക്കുകയാണ്, ഞാൻ നാളെ മുതൽ ഇസ്ലാമാണ് എന്ന് തീരുമാനിച്ചാൽ കേരള സമൂഹത്തിൽ എന്തെങ്കിലും മാറാനുണ്ടോ? ഒന്നും മാറാനില്ല. പക്ഷെ എപ്പോഴും ആ സ്ത്രീയോട് നിങ്ങളിത് ചെയ്യേണ്ടിയിരുന്നില്ല, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കുലീനതയാണ്, ആ കുലീനതയോടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജീവിച്ച് മരിച്ചോളുക, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് സ്വത്വം ഉണ്ടാവാൻ പാടില്ല, സ്വത്വത്തെ അന്വേഷിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിന് ഒരു മകൻ വളരെ ധീരമായി പറഞ്ഞു എന്നാണ്. അവർ നല്ല അമ്മയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ കൂടെയുണ്ട് എന്ന് ബാല്യകാലത്ത് അമ്മ കൊടുത്ത വാക്ക് മക്കൾ തിരിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോളൂ എന്ന്. ആ വീട്ടിനകത്തുനിന്നല്ല, കേരള സമൂഹം മുഴുവനും അവരെ വെറുതെ വിട്ടില്ല. ആ ഭീഷണികൾ, കേസുകൾ, കള്ളക്കേസുകൾ, ഇതൊക്കെയാണെങ്കിലും എന്താ പറയുക, പലർക്കും പുറത്തു കൊടുക്കുന്ന, മാപ്പ് കൊടുക്കുന്ന മാധവിക്കുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. പല ഇൻ്റർവ്യൂകളിലും അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ വരുമ്പോൾ എന്താ പറയുക, അവർ നേരത്തെ ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് വരുമ്പോൾ ഞാനത് മാപ്പ് പുറത്തു കൊടുക്കുന്നു എന്നാണ്. ആ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നതും സ്ത്രീക്കുണ്ടാവുന്ന ഒരു വലിയ എന്താ പറയുക, അതങ്ങനെ സ്ട്രോങ് ആയ വളരെ ശക്തിയുള്ള സ്ത്രീക്ക് മാത്രം പറ്റുന്ന ഒന്നാണ് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് പൊറുക്കാൻ പറ്റില്ല, ക്ഷമിക്കാനാവില്ല. അത്രമാത്രം ഒരു സ്ത്രീ എന്ന നിലയിൽ എത്ര ബലമുള്ളയാളാണ് മാധവിക്കുട്ടി എന്ന് തെളിയിച്ചിട്ടുണ്ട് ജീവിതം കൊണ്ട്.
മറ്റൊന്ന്, നമ്മൾ ഈ പറയുന്ന ഈ സത്യം പറയുക എന്ന് പറയുന്ന മനുഷ്യരോട് ഒരു കാലത്തും സമൂഹം എന്ത് ചെയ്തിട്ടില്ല, നേര് അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മാധവിക്കുട്ടിയുടെ ജീവിതം. നമ്മൾ ആദ്യം മുതൽ, തുടക്കം മുതൽ ഇങ്ങോളം എടുത്താൽ, ഒരു സ്ത്രീക്ക് ആവശ്യമുള്ളതല്ല ലഭിച്ചത്. അതിന് ആവശ്യമുള്ളത് ലഭിക്കാനോ അതിനു വേണ്ടി അന്വേഷിച്ച് പോകുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലായിടത്ത് നിന്ന് ആ സ്വാതന്ത്ര്യമില്ലായ്മയെ ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തനിക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ചൊക്കെ മാധവിക്കുട്ടി കഥകളിൽ എഴുതി. എനിക്കെന്താണോ ഇല്ലാതിരുന്നത് അത് സ്വത്വം അന്വേഷിച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണമാണ് അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ കൂടുതലും ഉണ്ടാവുക. എൻ്റെ കഥ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ആരാണ്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷണമാണ് അവരുടെ വരികളിൽ കൂടെ ഉണ്ടാവുന്നത്. ഒരുപാട് കഥകളിലൂടെ മാധവിക്കുട്ടി എന്നും നമ്മുടെ അടുത്തുണ്ടാവും. ഒരു ഒരു മാധവിക്കുട്ടി എത്ര പുസ്തകങ്ങൾ എഴുതി എന്നുള്ളതല്ല, പകരം അവരുടെ എത്ര പുസ്തകങ്ങൾ എത്ര കോടി ആളുകളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായി നമ്മൾ ആലോചിക്കേണ്ടത്. മാധവിക്കുട്ടിയെ വായിച്ച, ഒരു ചെറുകഥ വായിച്ച ഒരാളും മാധവിക്കുട്ടിയെ മറക്കാനാവില്ല. അവരെ വീണ്ടും ഒരു കഥ കൂടി വായിക്കണമെന്നോ അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണമെന്നോ അറിയണമെന്നോ ഒക്കെ ആഗ്രഹം ജനിപ്പിക്കാത്ത ഒരു കഥയും മാധവിക്കുട്ടി എഴുതിയിട്ടില്ല എന്നാണ്. ഈ കാലഘട്ടത്തിൽ തുറന്നെഴുതുന്നവരെ, തുറന്നു പറയുന്നവരെ നമ്മൾ ഇപ്പം പുറത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും കൈകാര്യം ചെയ്യും. അങ്ങനെയല്ലേ? എന്തും ഏതും തുറന്നു പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും, അവിടെയൊക്കെ തന്നെ നിങ്ങളിങ്ങനെ നിങ്ങൾ മോശമാണ് എന്ന് പറയും എന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഒരു സ്ത്രീ ഇങ്ങനെയാണ് എന്ന് പറയുന്ന, ഇങ്ങനെ ആവണം എന്ന് സമൂഹം നിശ്ചയിച്ച് തന്നിരിക്കുന്ന ചിലതുണ്ട്. അതിൽ നിന്ന് എപ്പോഴാണോ നിങ്ങൾ മാറി സഞ്ചരിക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ വെടക്കാണെന്ന് പറയുകയും തിരിച്ചതിലേക്ക് എടുത്തു വയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും. അതൊരമ്മ മുതൽ, ഞാൻ എപ്പോഴും സ്ത്രീകളോട് പറയാറുണ്ട്, നിങ്ങൾ വീടുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുടുംബത്തിന് വേണ്ടി അലച്ചലച്ച് ആർത്തലച്ച് എല്ലാ ജോലിയും ചെയ്തു കൊടുത്ത് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുന്നത് അന്ന് നിങ്ങൾ മോശം അമ്മയാവും എന്നാണ്. നിങ്ങൾ രാവിലെ ചായ ഇടുന്നില്ല, ഞാൻ ഇന്ന് രാവിലെ ചായ ഇടുന്നില്ല, നിങ്ങൾ നാളെ മുതൽ ഇടൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അന്ന് മുതൽ അമ്മ മോശം അമ്മയായിരിക്കും. അമ്മ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അന്നു മുതൽ അമ്മ മോശം അമ്മയാവും. എന്ന് പറഞ്ഞാൽ ഈ വാങ്ങലുകൾക്ക് മാത്രമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് സ്ത്രീ. ആ സ്ത്രീയുടെ ശരിക്കും ആർദ്രമായ അവരുടെ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ആ പ്രണയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആവർത്തിച്ച് കേരള സമൂഹത്തിലെ മുഴുവൻ മനുഷ്യർ, അത് ലോകം മുഴുവൻ പറയേണ്ട ഒന്നാണ്. സ്ത്രീക്ക് പ്രണയിക്കാൻ പറ്റും. ആ സ്ത്രീയുടെ പ്രണയം എന്ന് പറയുന്നത് ശാരീരികമായ പ്രണയമാണ് എങ്കിൽ പോലും അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ലോകം മുഴുവൻ സംരക്ഷിക്കുന്നത് സ്ത്രീയുടെ ശരീരമാണ്. എന്ത് ചെയ്യണം? ആരും തൊടാതെ കൊണ്ടുപോകണം, ആരും കാണാതെ കൊണ്ടുപോകണം. അപ്പം അതിന് പരമാവധി എന്താ പറയുക, എല്ലാം കവർ ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ അടുത്തൊന്നും പുരുഷന്മാരുണ്ടാവാൻ പാടില്ല, മറ്റൊരാൾ തൊടരുത്, കാണരുത് എന്നൊക്കെ പറയുമ്പോഴും ആ സംരക്ഷിക്കുന്നതിനൊരു സമൂഹത്തിനോട് ഇത്രമാത്രമാണ് മാധവക്കുട്ടി ചോദിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്ത്രീയുടെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? സ്ത്രീയുടെ സന്തോഷത്തിനെ എപ്പോഴെങ്കിലും വില വെച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആ സന്തോഷം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് മാധവിക്കുട്ടി നമ്മളോട് ചോദിക്കുന്നത്. ആ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഇനി സമയം, മഴയാണ്, അധികം നീട്ടരുത് എന്ന് പറഞ്ഞാണ് എന്നെ ഇവിടെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് നിർത്തുന്നു. എപ്പോഴും എന്നും ഓർമ്മിക്കാനും പ്രണയിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയാണ് മാധവിക്കുട്ടി. അത് എന്നും പ്രണയിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചു.